ഹായ്, ഞാൻ ദീപ. അപ്പം ഇന്ന് അന്നക്കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വലിയ ആഘോഷമൊന്നുമല്ല, കാരണം 2 ആഴ്ചയായിട്ട് ആനിക്ക് തീരെ വയ്യായിരുന്നു. ബർത്ത്ഡേയുടെ അന്നും തീരെ വയ്യാതിരിക്കുമായിരുന്നു. പിന്നെ അന്നക്കുട്ടിക്ക് മിഡ് ടേം എക്സാം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്താണ് 10ാമത്തെ ബർത്ത്ഡേ ഇച്ചിരി ആഘോഷിച്ച് അല്ലെങ്കിൽ ഇച്ചിരി ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ആ ഒരു വിഷമത്തിലിരിക്കുമായിരുന്നു അന്നക്കുട്ടി. അപ്പോൾ നമ്മൾ മിക്കവാറും ഒന്നും ചെയ്യണ്ട, പുറത്ത് പോയി കഴിക്കാം, പിന്നെ ഒരു ചെറിയ കേക്ക് കട്ടിങ് വീട്ടിൽ തന്നെ നമ്മൾ 4 പേര് മാത്രമായിട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ തലേന്നാണ് അറിയുന്നത് ബിജുവിൻ്റെ പപ്പയും മമ്മിയും വരുന്നുണ്ട്. അതൊരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു. എന്നാൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇച്ചിരി കാര്യമായിട്ട് നടത്തിയേക്കാം. അപ്പോൾ തലേന്ന് 10 മണിക്കാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ശരി, എന്നാൽ നാളെ ചെറിയൊരു ഗെറ്റ് ടുഗദർ വെക്കാം. ഗെറ്റ് ടുഗദർ വെക്കാനായിട്ട് ഇവിടെ നമുക്കധികം റിലേറ്റീവ്സ് ഒന്നുമില്ല. ഇവിടെ എനിക്ക് ആകെയുള്ളത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനും ഫാമിലിയുമാണ്. അപ്പോൾ അവരെ നമ്മൾ വിളിച്ചു. പിന്നെ ഉള്ളത് എൻ്റെ അച്ചാച്ചി അമ്മച്ചിയും. അപ്പോൾ ഇത്രയും പേര് ചേർന്നിട്ട് നമ്മൾ ചെറിയൊരു ഫങ്ഷൻ വയ്ക്കാമെന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അന്നയ്ക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ബാക്ക് ഡ്രോപ്പിൻ്റെ സ്റ്റാൻഡൊക്കെ എടുത്ത് അതിൽ എൻ്റെ പഴയ സാരിയൊക്കെ വലിച്ചു കെട്ടി, അതിൽ പിന്നെ അവളുടെ ഡ്രസ്സ് തയ്ച്ചതിൻ്റെ മിച്ചം വന്ന നെറ്റൊക്കെ എടുത്ത് ഏതാണ്ട് അലങ്കരിച്ച പോലെയൊക്കെ ആക്കി, കുറച്ച് ലൈറ്റും ഒക്കെ തൂക്കി ഒരു സ്റ്റേജ് പോലെയൊക്കെ ആക്കി വെച്ചു. 2-3 ദിവസമായിട്ട് ആശുപത്രി കയറി ഇറങ്ങലൊക്കെ ആയതുകൊണ്ട് വീടൊക്കെ മൊത്തം അലങ്കോലമായി കിടക്കുമായിരുന്നു. അപ്പോൾ അത് ക്ലീൻ ചെയ്യലും അടുക്കള ക്ലീൻ ചെയ്യലും ഒക്കെയാണ് രാവിലത്തെ എൻ്റെ പണി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 11 മണിയായപ്പോഴാണ് ഞാൻ ഈ ഒരു സ്റ്റേജ് ഡെക്കറേഷനിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ തന്നെ അന്നക്കുട്ടിക്ക് മിഡ് ടേം എക്സാമിൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ രാവിലെ പോയി. ഉച്ചയ്ക്കാണ് അവൾ തിരിച്ചു വന്നത്. അപ്പൊ ഉച്ചയ്ക്ക് തിരിച്ചു വന്ന് ഊണൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നക്കുട്ടി അവൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല. നമ്മൾ 2 പേരും കൊടുത്തില്ല. അതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 2 ആഴ്ചയായിട്ട് കംപ്ലീറ്റ്ലി വീട്ടിൽ തന്നെയായിരുന്നു. വീട്ടിലും ഹോസ്പിറ്റലും മാറി മാറി നിൽക്കുകയായിരുന്നു. അപ്പം ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ അവള് എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നതാണ് ഡോംസിന്റെ ഒരു ആർട്ട് കിറ്റ് അവള് നോക്കി വെച്ചിരുന്ന സാധനമാണ്. അപ്പൊ അത് ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ നമ്മള് അന്ന് ഉച്ചയ്ക്ക് പുറത്ത് പോവാം, എല്ലാവരും കൂടെ പുറത്ത് പോയി കഴിക്കുകയും ചെയ്യാം, പിന്നെ ഗിഫ്റ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചായിരുന്നിരുന്നത്. പക്ഷെ അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും ആനിക്ക് വീണ്ടും ചുമ കൂടി. അവള് 2-3 പ്രാവശ്യം ഛർദ്ദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പുറത്ത് പോകുന്നത് ശരിയല്ല. അങ്ങനെ ഞാനും ആനിയും വീട്ടിൽ തന്നെ ഇരുന്നു. അന്നേനെയും കൂട്ടിയിട്ട് ബിജു ഗിഫ്റ്റ് വാങ്ങിക്കാനായിട്ട് പോയി. ഇവർ ഗിഫ്റ്റ് മേടിച്ച് തിരിച്ചു വന്നപ്പോഴത്തേക്കും ബിജുവിൻ്റെ പപ്പയും മമ്മിയും ഇങ്ങെത്തി. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കസിൻ വന്നു. പുറകെ അച്ചാച്ചി അമ്മച്ചിയൊക്കെ എത്തി. അന്നയുടെ ബർത്ത്ഡേക്ക് കേക്ക് എൻ്റെ അടുത്ത് ഉണ്ടാക്കാനാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അപ്പോഴത്തെ സമയവും സാഹചര്യവും ഒന്നും അതിന് ഫേവറബിൾ ആയിരുന്നില്ല. എന്തായാലും രാവിലെ ആയപ്പോഴത്തേക്കും എനിക്കൊരു ഇമെയിൽ വന്നു എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ അടുത്തുനിന്ന്. അഖില എന്ന് പറയുന്ന എൻ്റെ സബ്സ്ക്രൈബറാണ് എനിക്ക് ഇമെയിൽ അയച്ചത്. പുള്ളിക്കാരി ഡിഗ്രി 2nd ഇയറിന് പഠിക്കുവാണ്. അതിൻ്റെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ഹോം മെയ്ഡ് കേക്ക്സിൻ്റെ ബിസിനസ് പുള്ളിക്കാരി ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരിയും പുള്ളിക്കാരിയുടെ അമ്മയും കൂടിയാണ് ചെയ്യുന്നത്. പീസ് ഓഫ് കേക്ക് എന്നാണ് അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈല്. അപ്പോൾ അവരുടെ അടുത്ത് നിന്നാണ് നമ്മൾ 2 കേക്ക് ഓർഡർ ചെയ്തത്. അന്നയുടെ ഇഷ്ടമുള്ള ബ്ലാക്ക് ഫോറസ്റ്റും റെഡ് വെൽവെറ്റ് കേക്കും. 2 നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി പാർട്ട് ടൈം ആയിട്ട് ഇതുപോലുള്ള ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് പലർക്കും ആ ഒരു ഏജിലുള്ള പലർക്കും ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഒരു ഇച്ചിരി മോട്ടിവേഷൻ കൊടുക്കാൻ പാകത്തിനുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് എനിക്ക് ഈ വ്ളോഗിൽ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അഖില കേക്ക് വളരെ നന്നായിരുന്നു. റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അത് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോയി. അത് നാവിൽ അലിഞ്ഞു പോകുന്ന പോലത്തെ ടേസ്റ്റ് ആയിരുന്നു. എനിവേ, താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. അപ്പോൾ ഈ 10ാമത്തെ ബർത്ത്ഡേക്ക് എന്താ ഇത്ര പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ 1ാമത്തെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നില്ല. കാരണം കുഞ്ഞു പിള്ളേർക്ക് സെലിബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർക്കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഏജിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന് വെച്ചിട്ട്
നമ്മൾ 5ാമത്തെ ബർത്ത്ഡേ ആണ് അന്നയുടേത് ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്തത്. അന്നേരം അവളുടെ അടുത്ത് പറഞ്ഞിരുന്നു ഇനി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് 10ാമത്തെ ബർത്ത്ഡേ ആയിരിക്കും എന്ന് വെച്ചിട്ടാണ്. അപ്പൊ അവള് 5ാമത്തെ ബർത്ത്ഡേ തൊട്ട് നോക്കിയിരുന്നൊരു സംഭവമാണ് ഈ 10ാമത്തെ ബർത്ത്ഡേ എന്നുള്ളത്. അപ്പൊ അവൾക്ക് അവളുടെ ഫ്രണ്ട്സ് ഒരു 10 പേരെ വിളിച്ചിട്ട് കുറച്ച് ഗെയിംസും പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഒരു സെലിബ്രേഷൻ ആണ് അവള് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഈ മിഡ് ടേം എക്സാം ഈ കറക്റ്റ് സമയത്ത് തന്നെ വന്നപ്പോഴത്തേക്കും അവളുടെ പ്ലാൻ മൊത്തം തെറ്റി. അതിന്റെ കൂടെ തന്നെ 2 പേർക്കും വയ്യാണ്ടായി, ആനയ്ക്ക് ഭയങ്കരമായിട്ട് വയ്യാണ്ടായി. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ പ്ലാൻ അങ്ങ് ഉപേക്ഷിച്ചു. പക്ഷെ അന്നയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അയ്യോ എന്നാലും എൻ്റെ ബർത്ത്ഡേ ചീറ്റിപ്പോയി, അയ്യോ എൻ്റെ ബർത്ത്ഡേ ശരിയായില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തിൽ ഇരിക്കുകയായിരുന്നു. എന്തായാലും ഇത്രയും പേരൊക്കെ വരുവും അവൾക്ക് അത്യാവശ്യം വേണ്ട ക്രാഫ്റ്റ്, പെയിന്റിങ്, അങ്ങനത്തെ ആർട്ട് ഐറ്റംസും അതിനുള്ള ബുക്സും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അന്നക്കുട്ടി ഹാപ്പിയായി. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിക്കും ജോണിയും കമലേഷും അതുപോലെ പിള്ളേരും സ്ഥിരമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ജോണി വന്നാൽ തന്നെ അത്യാവശ്യം നല്ലൊരു ഓളമാണ്, എല്ലാവരും ഒന്ന് ഉഷാറാവും. മിണ്ടാതെ നിൽക്കുന്നവരെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ കുത്തി പറഞ്ഞ് ജോണി ആക്റ്റീവ് ആക്കും. പിന്നെ അന്നയ്ക്ക് നല്ലോണം പരിചയമുള്ള ആൾക്കാരാണ് നീലും റിയായും. അപ്പൊ ഇവര് 2 പേരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നയ്ക്ക് കളിക്കാനുള്ള ആൾക്കാരായി. അതുകൊണ്ട് തന്നെ അവള് ഹാപ്പിയായി. അല്ലാതെ ഇപ്പൊ നമ്മൾ വലിയ ആൾക്കാരിരിക്കുന്നതുകൊണ്ട് അവൾക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവൾക്ക് കളിക്കാനായിട്ട് ഒരു സെറ്റ് വന്നു കഴിയുമ്പോഴേ പിള്ളേർക്ക് അതിൻ്റെതായ ഒരു സന്തോഷം വരത്തുള്ളൂ. അല്ലാതെ അവർക്ക് പിന്നെ ഉള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് കേക്ക് കട്ടിങ് ആണ്. അല്ലാതെ ഫുഡിലും കാര്യത്തിലും ഒന്നും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. അവൾക്ക് കളിക്കാനായിട്ട് ആള് വേണം. അപ്പം കളിക്കാനായിട്ട് ഇവര് വന്നപ്പോ തന്നെ അന്ന കംപ്ലീറ്റ്ലി ഹാപ്പി ആയെന്ന് വേണം പറയാൻ. ഞാൻ കൈ കൊട്ടിയ ക്യാമറ വീഴും. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി കേക്ക് ഡിസ്ട്രിബ്യൂഷനാണ്. എന്തായാലും നേരത്തെ പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് സംഭവങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഇപ്പോൾ ഗസ്റ്റിനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ടെൻഷനാണ്. എല്ലാവരെയും ഒരേപോലെ നമുക്ക് നോക്കാനോ അങ്ങനൊന്നും പറ്റത്തില്ല. ഇതിപ്പോൾ ഏതൊരു ഫംഗ്ഷൻ ആയാലും ചെറുതായാലും വലുതായാലും, വലുതാണെ പിന്നെ നോക്കുക വേണ്ട, എല്ലാവരോടും ഒന്ന് ചിരിക്കാൻ മാത്രമേ സമയം കിട്ടത്തുള്ളൂ. അത് തന്നെ വളരെ ചുരുക്കമായിരിക്കും. ഇത്രയും പേര് വന്നിട്ടാണെങ്കിൽ പോലും എല്ലാവരോടും സമയമെടുത്ത് സംസാരിക്കാനോ അവരുടെ വിശേഷങ്ങൾ ചോദിക്കാനോ ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈ ഒരു ഫംഗ്ഷൻ പെട്ടെന്ന് തീരുമാനിച്ചായതുകൊണ്ട് ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തത്. അല്ലേ തന്നെ ഇത്രയും പേർക്ക് ഫുഡ് വയ്ക്കാനുള്ള ത്രാണിയൊന്നും എനിക്കില്ല. സോ ഇതുപോലത്തെ ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ മിക്കവാറും ഓർഡർ ചെയ്യുന്നത് തറവാട്ടിൽ പ്ലാസ, ലോക്കൽ ജംഗ്ഷൻ അടുത്തുള്ള തറവാട്ടിൽ പ്ലാസ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അത്യാവശ്യം വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ്, നല്ല ഫുഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ അവരത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ് കഴിഞ്ഞ ഉടനെ തന്നെ ബിജുവും എൻ്റെ ബ്രദറും കൂടെ പോയിട്ട് അത് കളക്ട് ചെയ്ത് വരുവാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പിലാണ് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇനി നമുക്ക് വന്നവരെ പരിചയപ്പെടാം. കുറച്ച് പേരേ ഉള്ളൂ. ഇത് ബിജുവിൻ്റെ പപ്പയാണ്,
ബിജുവിൻ്റെ പപ്പയ്ക്ക് ബിസിനസ്സായിരുന്നു. ഇപ്പോൾ റിട്ടയർഡ് ലൈഫ് തന്നെയാണ്. ഇത് നമ്മുടെ അച്ചാച്ചിയും റിട്ടയർഡ് ലൈഫാണ്, കോൺട്രാക്ടറായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് ബിജുവിൻ്റെ മമ്മിക്ക് കുറച്ചധികം അസുഖങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഇപ്പോഴും വീട്ടിലിരുന്ന് തയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ അമ്മച്ചി. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ ബ്രദറ് ദീപു, ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഇത് ബിജുവിൻ്റെ ഏറ്റവും ഇളയ പെങ്ങളാണ്. 4 പെങ്ങന്മാരാണ് ബിജുവിന്. ഏറ്റവും ഇളയ പെങ്ങള് MCAക്ക് പഠിക്കുന്നു, 4th സെമസ്റ്റർ. ഈ കണ്ടാണ് കമലേഷ്, ജോണിയുടെ വൈഫാണ്. ഇത് ഇയാളെ അറിയാലോ, ഇത് ബിജു. പിന്നെ എന്നെ മനസ്സിലായി കാണുമല്ലോ, ഇനി പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ജോണിയാണ് എനിക്ക് ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നത്, അതുകൊണ്ട് ജോണിക്ക് കൊടുക്കുന്നത് മാത്രം കിട്ടിയില്ല. ഈ കാണുന്നതാണ് ജോണി, എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ്. ഇത് ജോണിയുടെ മക്കളാണ് നീലും റിയയും. ആനിക്കുട്ടിയും ഏതാണ്ട് ഒരേ പ്രായമാണ്, 2-3 മാസത്തെ വ്യത്യാസത്തിലാണ് അവർ ജനിച്ചത്. നീല് അന്നേക്കാളിലും ഒരു 2-3 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്, ഇളയതാണ്. അപ്പോൾ ഇതാണ് വന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ്. പപ്പയും മമ്മിയൊക്കെ വരുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്നക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ആനി ജനിച്ചതിന് ശേഷം ഒരു തവണ എങ്ങാണ്ട് ഞങ്ങൾ കുറുമനാടത്ത് പോയിട്ടുള്ളൂ. കാരണം ആനിയുടെ ഡെലിവറിക്ക് ശേഷം എൻ്റെ ഹെൽത്ത് വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. അപ്പം അന്ന് പോയി തിരിച്ചു വന്നിട്ട് ഭയങ്കര പെയിനായിരുന്നു, ബോഡി പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന വഴിക്ക് ഞാൻ ഇടയ്ക്കൊന്ന് ഇറങ്ങി എന്നെ എവിടെയെങ്കിലും നിർത്തിയിട്ട് പൊയ്ക്കോ എന്നുള്ള അവസ്ഥയിലായിരുന്നു. അത്രയ്ക്ക് കാറി കൂടിയാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പം അതിനുശേഷം നമ്മൾ ഫാമിലി ആയിട്ട് കുറുമനാടത്തേക്ക് പോയിട്ടില്ല. നമ്മുടെ വീട് പണിയും അതിൻ്റെ തിരക്കുകളൊക്കെ ആയപ്പോഴും ബിജു ആണേലും അങ്ങോട്ടുള്ള യാത്രകൾ വളരെയധികം കുറച്ചു. അപ്പോൾ ആ ഒരു കഴിഞ്ഞൊരു 2 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ബിജു ആണേലും ഒരു 2-3 തവണ മാത്രമേ കുറുമനാടത്തേക്ക് പോയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ പപ്പയും മമ്മി ഇങ്ങോട്ട് വന്ന് നമ്മളെ കണ്ടിട്ടേ ഉള്ളൂ. പാല് കാച്ചിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും കണ്ട ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം പിന്നെ നേരിട്ട് കാണുന്നത് ഈ ഒരു സമയത്താണ്. അതുകൊണ്ട് തന്നെ അന്ന ഭയങ്കര ഹാപ്പി ആയിരുന്നു, അവരെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അവള്. അപ്പോൾ പരിപാടി തുടങ്ങിയത് 6:15-നാണ്. അപ്പോൾ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് അവർ ഫുഡ് പോയി വാങ്ങിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് 7:15 ആയി. അപ്പം പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫുഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയിലേക്ക് കടന്നു. അപ്പം ഇതെല്ലാം അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ ആയതുകൊണ്ട് അപ്പം കണ്ട പാത്രങ്ങളെല്ലാം കൂടെ നിരത്തി വെച്ച് അതിലോട്ട് പകർത്തിയിട്ട് അങ്ങിരുന്ന് കഴിക്കുകയാണ് ചെയ്തത്. അപ്പം ബാച്ച് ബൈ ബാച്ച് ആയിട്ടാണ് നമ്മൾ കഴിച്ചത്. ആദ്യം നമ്മൾ ഒരു ബുഫേ സ്റ്റൈലിലൊക്കെ പോകാമെന്ന് വിചാരിച്ചെങ്കിലും എല്ലാവർക്കും കൈ പിടിച്ച് കഴിക്കാമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ബാച്ച് ബൈ ബാച്ച് ആയിട്ടാണ് നമ്മൾ പോയത്. ആദ്യം ആണുങ്ങളെല്ലായിരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും പെണ്ണുങ്ങൾ, പിന്നെ ഏറ്റവും അവസാനം നമ്മൾ കഴിച്ചു. എല്ലാവരും പോയതിന് ശേഷമാണ് ഞാനൊക്കെ കഴിച്ചത്. കാരണം ഇത്രയും പേർക്ക് ആകെപ്പാടെ 4-5 പേരേ ഉള്ളൂ, എങ്കിലും ഇവർക്ക് സെർവ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മളൊരു പരുവാവും. അവർക്ക് ആവശ്യത്തിന് വെള്ളം, അവർക്ക് ഫുഡൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കഴിക്കാനൊന്നും തോന്നത്തില്ല. പിന്നെ ഇതിനിടയ്ക്ക് നമ്മൾ പിള്ളേരെ വിട്ടുപോയെന്നുള്ളതാണ്. ആപ്പാടെ റിയക്കുട്ടി മാത്രമാണ് ഇച്ചിരി ഒരു ഇൻട്രസ്റ്റ് കാണിച്ചത് ഫുഡിലേക്ക്. ബാക്കി എല്ലാവരും തേരാപ്പാര ഓടി നടക്കുമായിരുന്നു. അപ്പം നീല് പ്രത്യേകിച്ചും ഒന്നും കഴിക്കാണ്ടാണ് പോയത്. അപ്പോൾ അതങ്ങനെയാണ്. ഈ ഒരു ഫങ്ഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഈറ്റിംഗ് ഔട്ടാണ്. അതായത് ഇത്രയും പേരുമായിട്ട് നമുക്ക് ഒരു ബുഫേ സെറ്റപ്പ് ഉള്ളൊരു ഹോട്ടലിൽ പോയിട്ട് നമുക്ക് കഴിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ ആനിമേനെ കരുതിയിട്ടാണ് നമ്മളതങ്ങ് അവോയ്ഡ് ചെയ്തത്. കാരണം ആനി നിന്ന നിപ്പിനൊരു ചുമയ്ക്കും, എന്നിട്ട് അവിടെ അങ്ങോട്ട് ഛർദ്ദിക്കും. അപ്പം പിന്നെ ഇവളെയും കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ചുവയൊന്നും കഴിക്കാൻ പറ്റില്ല. കാരണം അവള് എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കും, എവിടെ ഇരിക്കില്ല, അടങ്ങിയിരിക്കുന്നൊരു സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് തന്നെ അവളെയും കൊണ്ട് ഞങ്ങളായിട്ട് തന്നെ പുറത്ത് പോകാറില്ല. അപ്പോൾ പിന്നെ ഇത്രയും പേരുമായിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ ആനിനെ ശ്രദ്ധിക്കാൻ തന്നെ 2 പേര് വേണ്ടി വരും. പിന്നെ പോകുന്നിടത്ത് AC ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള അവളുടെ ചുമയും കാര്യങ്ങളൊക്കെ കൂടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ തന്നെ ആക്കിയത്. പക്ഷെ പുറത്തു പോയി കഴിക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൂടുതലായിരിക്കാം. പക്ഷെ സൗകര്യം നമുക്ക് വീട്ടിലിരുന്ന് കഴിക്കുന്നത് തന്നെയാണ്. പിള്ളേർക്ക് ആ ഒരു ടൈമിൽ കളിക്കുകയും ചെയ്യാം, നമുക്കൊരു നോട്ടം കിട്ടുകയും ചെയ്യും. നമുക്കെല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് സംസാരിച്ച് ഒച്ച വെച്ച് ചിരിച്ച് കളിച്ചൊക്കെ ചെയ്യാം. അപ്പം ഇത് തന്നെയാണ് ഏറ്റവും നല്ലത്.
പിന്നെ ഇതാണ് വെറൈറ്റി ഓഫ് ഫുഡ് പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പിള്ളേരെ കൊണ്ട് എന്തായാലും നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കി നമ്മൾ വീട്ടിൽ തന്നെ ഈ പരിപാടി അങ്ങ് അറേഞ്ച് ചെയ്തു. ഫുഡൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോകാൻ തുടങ്ങി. എൻഡ് ഓഫ് ദി ഡേ അന്നക്കുട്ടി ഹാപ്പി ആയിരുന്നു. കാരണം അവൾക്ക് എല്ലാവരും അറിഞ്ഞു തന്നെയാണ് ഗിഫ്റ്റ് കൊണ്ടുവന്നത്. ഇഷ്ടംപോലെ ക്രയോൺസും സ്കെച്ച് പെൻസും പിന്നെ വാട്ടർ കളറും ഓയിൽ പേസ്റ്റേഴ്സും പിന്നെ വരയ്ക്കാനുള്ള ബുക്കുകളും ആക്ടിവിറ്റി ബുക്കുകളും ഒക്കെ ആയിട്ട് അവള് ഭയങ്കരമായിട്ട് ഹാപ്പി ആയി എന്നുള്ളതാണ്. അത് തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടിയിരുന്നത്. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോസിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് ദയവായിട്ട് കമൻറ്റിൽ രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. ടിൽ ദെൻ സ്റ്റേ ബ്ലെസ്ഡ്. Gracias.